ഇന്ന് വൻപയർ തോരനായിരുന്നു. അത് പുഴുങ്ങിയ വെള്ളമെടുത്ത് ഒരു പുളി കൂടി വെച്ചു. ഈ കറിക്ക് അല്പം കൊഴുപ്പ് കിട്ടാനായിട്ട് അതിൽ നിന്നൊരല്പം പയറെടുത്ത് ദാ ഇങ്ങനെ ഉടച്ച് വെക്കണം. ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് അല്പം വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കണം. അതിൻ്റെ കളറൊന്ന് മാറിക്കഴിയുമ്പോൾ കുരുമുളകും ഒരല്പം ജീരകവും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി ചതച്ച് മാറ്റി വെക്കണം. ഇനി ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പില കൂടി വറുത്തെടുത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. അതും ചെറുതായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പയർ കൂടിയിട്ട് നന്നായി എണ്ണ തെളിയും വരെ വഴട്ടിയെടുക്കണം. ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി പുളിവെള്ളം കൂടി ഒഴിച്ച് അവസാനമായിട്ട് നമ്മളുടെ പയറിൻ്റെ വെള്ളവും ആവശ്യത്തിന് വെള്ളവും പിന്നെ ഉപ്പും കൂടി ചേർത്ത് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം. ഇപ്പോൾ പയർ കറി റെഡിയായേ. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന പയർ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചതച്ചങ്ങെടുക്കണം. ഇനി ഒരു ചട്ടിയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കടുക് വറുത്ത് നമ്മളുടെ അരപ്പിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിങ്ങനെയാണ് കേട്ടോ. ചില കറിക്കെല്ലാം തേങ്ങ ആദ്യമേ ഒന്ന് ചെറുതായി മൂപ്പിക്കും, കാരണം പെട്ടെന്ന് ചീത്തയായി പോവില്ല. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് വേവിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ചാനലുകൾക്കൊപ്പം എൻ്റെ ഈ കുഞ്ഞു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ ഉച്ചയൂണിന് പയർ തോരനും പയർ കറി. മലക്കറിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കറി വെക്കുന്നതിലും സത്യം പറഞ്ഞാൽ നല്ലത് തന്നെയല്ലേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കറികളൊക്കെ.